ബന്ധപ്പെട്ട ഈ സ്വകാര്യ അതായത് വിദേശ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചെന്ന് ഡോക്ടർമാരെ വിളിച്ച് നിങ്ങൾ ഒരു ദിവസം എത്ര ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, ഇത്ര ഓപ്പറേഷൻ ഒരു ദിവസം നടത്തിയിരിക്കണം എന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആശുപത്രികളെ പരമാവധി ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം ഈ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അല്ല, അവിടെ ഡോക്ടർമാർ കുറവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് ഇന്ന് അവിടെ ചെന്ന് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ ഈ മാസം തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്ത് പിരിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചികിത്സ നിഷേധിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തിയത്. നേരെ മറിച്ച് അങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. നഴ്സുമാർ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, ചികിത്സാ പിഴവല്ല. ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കുറേ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായൊരു സംഭവത്തിനെയാണ് ചികിത്സ പിഴവായിട്ട് ചിത്രീകരിച്ച്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പക്ഷെ ഡോക്ടർമാരെ കുറവ് പല ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർമാരെ കുറച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. PSC ആവശ്യപ്പെട്ട അത്രയും പോസ്റ്റ് അനുസരിച്ച് തന്നെ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ എല്ലാ പോസ്റ്റിങ്ങും നടത്താനുള്ള നിർദ്ദേശം DHSന് കൊടുത്തിട്ടുണ്ട്. അവർ കാര്യമായി തന്നെ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 30-ാം തീയതി വരെ ഈ PGക്ക് എക്സാമിനേഷൻ 30-ാം തീയതി ആയതുകൊണ്ട് പല ഡോക്ടർമാരും അവർ ലീവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ എങ്കിലും അത് ആശുപത്രികളെ ബാധിക്കാതെ രീതിയിൽ പരമാവധി നോക്കുന്നുണ്ട്. അതൊന്നും ഗവൺമെൻറ് ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജ് ഞങ്ങളാരും ഇടപെട്ടതല്ല. അവരെന്താ അതിൻ്റെ അകത്ത് തന്നെ ചില ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ചില ആൾക്കാരെ അങ്ങോട്ട് ഞാൻ ഇതിന് ശേഷം അറിയുന്നത്. ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച് ഇത് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം ഉണ്ടായി. അത് ഗവൺമെൻറ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് ആരെയും പുറത്തേക്ക് മാറ്റിയിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെയുള്ള ചില മാറ്റങ്ങളുടെ പേരിൽ ചില തർക്കങ്ങളുണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഇത് കുഴഞ്ഞു വീണ് മരിച്ചത് ഇത് കാരണമെന്നൊന്നും ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആർക്കും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അകത്തുള്ള മാറ്റമാണ്. അത് മെഡിക്കൽ കോളേജിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. പെരിയാരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 10 പേര് ജോലി ചെയ്യേണ്ട സ്ഥാനത്ത് 100 പേരെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും 31-ാം തീയതി അവിടെ ചെല്ലുന്നുണ്ട്. എന്താണ് സ്ഥിതി നോക്കണം. അവിടെ ഇപ്പോൾ ഒരു കഴിഞ്ഞാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞാണ് കുത്തഴിഞ്ഞ പോക്കാണ്. ഇപ്പോൾ അതിൽ നിന്ന് നേരെയാക്കാൻ നോക്കുകയാണ്. ഞാൻ 31-ാം തീയതി ഒന്ന് പോകണം. അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ സിസ്റ്റത്തിൽ തന്നെയാണ്, കുത്തഴിഞ്ഞ സിസ്റ്റത്തിൽ തന്നെയാണ് ആശുപത്രി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെ UDID കാർഡ് അത് എല്ലാ ജില്ലാ ആശുപത്രികളുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിപ്പോ ഈ എറണാകുളം ജില്ലയിൽ തന്നെ 8000-ഓളം കുട്ടികൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ താലൂക്ക് ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡ് കൂടുവാൻ തന്നെ സാധിക്കാത്ത ഒരവസ്ഥയാണ്. UDID കാർഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾക്കുള്ള ക്ഷേമ സഹായങ്ങളെല്ലാം നിലയ്ക്കും. അപ്പോൾ ആ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബുധനാഴ്ച ക്യാബിനറ്റിലെ വ്യാഴാഴ്ച ക്യാബിനറ്റിന് ശേഷം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ ഇരുന്ന് ബന്ധപ്പെട്ടവരെയും വിളിച്ചിട്ടുണ്ട്. അന്നൊരു രൂപം ഉണ്ടാക്കും. ഈ വ്യാഴാഴ്ച ക്യാബിനറ്റ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ കൂടുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ബിന്ദു മിനിസ്റ്റർ എൻ്റെ ചേംബറിൽ അവർ യോഗം വെച്ചിട്ടുണ്ട്.